നേരത്തെ ഇവിടെ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ ഡോക്ടർ വി ശിവദാസൻ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? DLF ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം നൽകിയിട്ടുള്ളതാണ്. ഒക്കെ 2013-14 കാലഘട്ടത്തിൽ ഇതാ ഈ കസേരയിൽ ഇരുന്നിട്ട് നമ്മളൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? ഈ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവിൻ്റെ DLF ബന്ധം എങ്ങനെയാണ് ഈ പറയുന്ന ഭൂമി കൈവശപ്പെടുത്തുന്നത്, അത് പിന്നെ എങ്ങനെയാണ് DLFന് മറിച്ചു കൊടുക്കുന്നത്, DLFുമായിട്ടുള്ള വാദ്രയുടെ ബന്ധം ഇത് നോക്കൂ. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമരരംഗത്തുണ്ടായിരുന്നത് BJP ആണ്. ആ BJP അന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് കോടതിയിൽ എന്തൊക്കെ നിലപാടാണ് എടുത്തത്, പിന്നീട് ബോണ്ട് വന്നതിന് ശേഷം പിന്നെ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണുമ്പോൾ ശ്രീ ശ്രീനിവാസകൃഷ്ണൻ നേരത്തെ KVS-നോട് ചോദിച്ച അതേ ചോദ്യം കോൺഗ്രസിനോടും ചോദിക്കേണ്ടി വരികയാണ്. ഞാൻ ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള എന്റെ നോളജ് വെച്ചിട്ട് പറയാം. ഈ DLF എന്ന് പറഞ്ഞത് അവരുടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിനകത്തുള്ളത് അതിനകത്തുള്ള അവർക്ക് 100 കണക്കിന് സബ്സിഡറി ഉള്ളതിൽ ഏതോ ഒരു സബ്സിഡറിയിലെ ഏതോ 4-5 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. DLF എന്ന് പറഞ്ഞാൽ ഒരു $multi-billion കമ്പനിയാണ്. അതിനകത്ത് 100 കണക്കിന് സബ്സിഡറിയിൽ ഒരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടാവുകയും പിന്നീട് അത് പിരിച്ചുവിടുകയും ചെയ്തു. അതിന്റെ പേരിൽ ഈ $1 ബില്യൺ കമ്പനി, അതായത് 10,000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയൊക്കെ ഈ ഗാന്ധി കുടുംബത്തിന്റെയാണെന്ന് പറഞ്ഞ വസ്തുതാരഹിതമായ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചിട്ട് വെറുതെ ആടിനെ പട്ടിയാക്കുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. അവിടെ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ശ്രീ ശിവദാസൻ തന്നെ പറഞ്ഞു, 2 ഏക്കർ ഭൂമി അല്ലെങ്കിൽ 3 ഏക്കർ ഭൂമിയുടെ അവിടുത്തെ കമ്പനികൾ ചെയ്യുന്നത് 3000, 4000, 5000 ഏക്കറിന്റെ ഒക്കെ പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. പിന്നെ 10 കൊല്ലം നമ്മളല്ലല്ലോ അധികാരത്തിലുണ്ടായിരുന്നേ, 10 കൊല്ലം ഹരിയാനയിൽ നമ്മളല്ലല്ലോ, 10 കൊല്ലത്തിലെ കേന്ദ്രത്തിലെ കോൺഗ്രസ് അല്ലല്ലോ അധികാരത്തിലുണ്ടായിരുന്നേ. അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നല്ലോ. അതും ഇതും തമ്മിലൊന്നും അതിന് മുമ്പാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അല്ലാതെ അതിന് മുമ്പ് തന്നെ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നിങ്ങൾ എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കോടതിയിലെ BJPയുടെ ഹരിയാന സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ഈ ബോണ്ടിന് ശേഷം. ഞാൻ പറയട്ടെ, ഈ കമ്പനി 100 കണക്കിന് സബ്സിഡറി ഉള്ള ഒരു കമ്പനിയാണ്. ഇതേപോലെ തന്നെ പല എന്തെങ്കിലും വേറെ വല്ല 1000 കണക്കിന് കോടി ഡീൽസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവാം. ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇതെന്താ പറഞ്ഞ എന്താ പറയാ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു നെത്തോലി പോലത്തെ ഒരു ചെറിയ കമ്പനിയുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് 1000 കണക്കിന് കോടിയുടെ പ്രൊജക്ട് അവിടെ വേറെ നടക്കുന്നുണ്ട്. 1000 കണക്കിന് കോടിയുടെ പ്രൊജക്റ്റാണ് DLFും മറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസും അവിടെ ഹരിയാനയിലും ഗുർഗാവിലും നടക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിൽ നടക്കുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വെറുതെ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായി ഗാന്ധി കുടുംബത്തിന്റെ കമ്പനിയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞത് ജനം വിശ്വസിക്കുന്ന ഇതാണ് യാഥാർത്ഥ്യമുള്ളത്. പിന്നെ ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. നിങ്ങളുടെ അടുത്തല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉള്ളത്. എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല? 10 കൊല്ലമായില്ലേ? അതിലൊന്നും യാതൊരു അർത്ഥമില്ല. പിന്നെ ഇപ്പൊ ഇത് ശിവദാസനും ഹരിദാസും കൂടി ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന കാര്യത്തിൽ കേരളത്തിൽ അവർ തമ്മിൽ ക്ലിയർ അന്തർധാരയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ CPMന്റെ പ്രതിനിധി ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് SFIയോടെ 8 മാസം? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ചോദിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട്, എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ തീരുന്നില്ല? എന്ന് പറഞ്ഞ് പോവാണല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല? ഞാനല്ല ചോദിച്ചത്, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ചോദിച്ചത്. അതൊക്കെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ ED വരുന്നു പറഞ്ഞ് പേടിക്കണ്ട. കാരണം ഒരേ നാണയത്തിന്റെ 2 സൈഡാണ് കേരളത്തിൽ നിന്ന് BJPയും CPMും. കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം. പക്ഷെ മനസ്സിലാക്കാത്ത കാര്യം, കോൺഗ്രസ് എന്ന് രാജ്യത്ത് നിന്ന് പോയോ അന്ന് ഈ രാജ്യത്തെ ഭരണഘടനയും മതേതരത്വത്തിന്റെയും അവസാനമാണ്. അത് ഇവർ മറക്കുക താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട്. ഇതാണ് എനിക്ക് വ്യക്തമാക്കാൻ.